ലക്ഷങ്ങൾ ചിലവിട്ട് സംസ്ഥാന ജലവിഭവ വകുപ്പ് പത്തനാപുരം കുരിയോട്ടുമലയിൽ നിർമ്മിച്ച പമ്പ് ഹൗസ് നോക്കുകുത്തിയാവുന്നു. പണി പൂർത്തീകരിച്ചിട്ടും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കടുത്ത വേനലിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ഈ ക്രൂരത കാട്ടുന്നത്. വിതരണ ശൃംഖലയുടെ പൂർത്തീകരിച്ച പ്ലാന്റ് പൂർണ്ണമായും കാടുമൂടി കിടക്കുകയാണ്. ഇതിന്റെ കവാടം ഉൾപ്പെടെ ഇതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന യന്ത്രങ്ങളും തുരുമ്പു പിടിച്ച് ജീർണാവസ്ഥയിലാണ്. കുരിയോട്ടുമല ട്രൈബൽ കോളനിയിൽ ശുദ്ധജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ കൊല്ലം പ്രോജക്ട് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പമ്പ് ഹൗസ് നിർമ്മാണം ആരംഭിച്ചത്. കല്ലടയാറിന് തീരത്തുള്ള കിണറ്റിൽ നിന്നുള്ള ജലമാണ് ഇപ്പോൾ ഇവിടുത്തെ കോളനി നിവാസികളുടെ ഏക ആശ്രയം. കുരിയോട്ടുമല പമ്പ് ഹൗസിന്റെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമായിട്ട് 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. എങ്കിലും ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഔദ്യോഗിക തലങ്ങളിൽ ഇനിയും കടമ്പകൾ ഏറെ കടക്കാനുണ്ട്. പമ്പ് ഹൗസിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ ക്ഷണിക്കണം. അതിനുശേഷം ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിക്കായി കാത്തിരിക്കണം. പണി പൂർത്തീകരിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പമ്പ് ഹൗസിന്റെ പ്രവർത്തനാനുമതി ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒടുവിൽ അനുമതികളുമായി അധികാരികൾ എത്തുമ്പോൾ പമ്പ് ഹൗസിന്റെ അസ്ഥികൂടമെങ്കിലും അവശേഷിക്കുമോ എന്ന് കണ്ടറിയാം. പ്രവർത്തന സജ്ജമായാൽ കുരിയോട്ടുമല കോളനി കൂടാതെ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ മിക്ക ഭാഗങ്ങളിലും ശുദ്ധജലം എത്തിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. ഇഴജന്തുക്കളുടെയും തെരുവുനായകളുടെയും വാസസ്ഥലമായ ഈ പമ്പ് ഹൗസ് ശാപമോക്ഷവും കാത്ത് കിടക്കുകയാണ്. സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.